ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് റെഡിറ്റിൽ ഒരാള് പങ്കുവെച്ച ഒരു കുടുംബ പ്രശ്നമാണ്. കേട്ടിരുന്നു. ഭാര്യയുടെ അമ്മ എല്ലാ ദിവസവും വീട്ടിൽ വരുന്നു, ഏകദേശം ഒരു 6 മണിക്കൂറോളം അവിടെ ചെലവഴിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഒരു പരാതി. നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങി നോക്കാം, അല്ലേ? തീർച്ചയായും. ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഈ അതിഥി സൽക്കാരവും പിന്നെ നമ്മുടെ പേഴ്സണൽ സ്പേസും തമ്മിലുള്ള ഒരു ക്ലാഷ്. അതെ. അപ്പോ ഇദ്ദേഹം പറയുന്നത് ഭാര്യയുടെ അമ്മ താമസിക്കുന്നത് തൊട്ടടുത്താണ്, ഒരു 6 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ഓ, വളരെ അടുത്ത്. മിക്ക ദിവസങ്ങളിലും വരും, രാവിലെ അങ്ങെത്തും, എന്നിട്ട് 6 മണിക്കൂർ 6 മണിക്കൂർ എല്ലാ ദിവസവും. ഉച്ചയൂണും കൊണ്ടുവരും, എന്നിട്ട് അങ്ങ് സ്വന്തം വീട് പോലെ അവിടെ ഇരിക്കും. അത് ചിലപ്പോൾ ഒരു സ്നേഹം കൊണ്ടാവാം. പക്ഷെ ഇടയ്ക്കൊക്കെ വരുന്നത് മനസ്സിലാക്കാം, ഇത് മിക്കപ്പോഴും വെറുതെ സോഫയിൽ വന്നിരുന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അദ്ദേഹത്തിനത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. തീർച്ചയായും. പിന്നെ ഈ അടുത്തായിട്ട് മുൻകൂട്ടി വിളിച്ചു പറയാതെ അങ്ങ് കേറി വരുന്നതും കൂടിയിട്ടുണ്ട്. ചെറിയ ചിരിയോടെ ദിവസവും 6 മണിക്കൂർ എന്ന് പറയുമ്പോ അത് കുറച്ചധികമല്ലേ? ചിരിയോടെ സമയം എന്നത് എന്താ പറയാ, അത് ആപേക്ഷികമാണല്ലോ. എന്നാലും ഇവിടെ പ്രശ്നം അതല്ല, അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. അതാണ് പ്രധാന കാര്യം. വർക്ക് ഫ്രം ഹോം ആണ്. അതെ. അപ്പോ ഈ സന്ദർശനങ്ങൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടാവും. പിന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് സമയം കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. താൻ വീട്ടിലെത്തുന്ന സമയം തൊട്ട് വൈകിട്ട് കുട്ടികൾ സ്കൂള് വിട്ട് വരുന്നത് വരെ മിക്കവാറും അമ്മ അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ്. അപ്പൊ ശരിക്കും അവർക്കൊരു പ്രൈവസി കിട്ടുന്നില്ല. ഭർത്താവിനെ അയച്ചൊരു മെസ്സേജിൽ പറയുന്നുണ്ട്, സോറി അമ്മ ഇവിടെയുണ്ട്, എപ്പോ പോകുന്ന അറിയില്ല എന്ന്. ആ ഒരു നിസ്സഹായത അതിൽ കാണാം. ഭർത്താവ് കരുതുന്നത് ഭാര്യയ്ക്കും ഈ വരവ് അത്ര ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അമ്മയെ വിഷമിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണെന്നാണ്. അങ്ങനെ ഒരു വഴിയില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം റെഡിറ്റിൽ പോയി ചോദിച്ചത്, എന്റെ വീട്ടിൽ നിന്നൊരു വെക്കേഷൻ എടുത്തൂടെ എന്ന് ഭാര്യാമാതാവിനോട് പറയാമോ എന്ന്. വെക്കേഷനോ? വീട്ടിൽ നിന്നോ? അതെ. അതിന് കിട്ടിയ മറുപടികൾ രസാണ്. കൂടുതൽ പേരും പറഞ്ഞത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരേ മനസ്സോടെ ഇതിനൊരു അതിർ വെക്കണം, എന്നിട്ടത് ഭാര്യാമാതാവിനെ അറിയിക്കാമെന്നാണ്. അതായത് ടീമായിട്ട് നേരിടണം. അതെ. ചിലർ കുറച്ചുകൂടി കടുപ്പിച്ചു പറഞ്ഞു, വാതിലടച്ചിട്, താക്കോല് കൊടുത്തുണ്ടെങ്കിൽ തിരിച്ചു വാങ്ങ് എന്നൊക്കെ. അത് കുറച്ച് കടന്നുപോയില്ലേ? എന്നാലും പൊതുവെയുള്ള ഉപദേശം തുറന്ന് സംസാരിക്കണം, ഒരുമിച്ച് തീരുമാനമെടുക്കണം, അതിരുകൾ വെക്കണം എന്നൊക്കെയാണ്. ഈ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ലെന്ന് ഓർക്കണം. പല കുടുംബങ്ങളിലും, പ്രത്യേകിച്ച് വിവാഹശേഷം പങ്കാളിയുടെ വീട്ടുകാരുമായി ഒരു ഹെൽത്തി ബൗണ്ടറി ഉണ്ടാക്കിയെടുക്കുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. ശരിയാണ്. പലരും ഇത് അനുഭവിക്കുന്നുണ്ടോ? പിന്നെ റെഡിറ്റിൽ ആളുകൾ പറഞ്ഞ പോലെ ദമ്പതികൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം അത് വളരെ വലുതാണ്. അല്ലെങ്കിൽ ഒരാൾ വില്ലനാവും, മറ്റേ ആൾക്ക് വിഷമാവും. അതെ. ആ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നത് ചിലപ്പോൾ എളുപ്പമാവില്ല. പ്രത്യേകിച്ചും ഈ ഭർത്താവ് പറഞ്ഞ പോലെ യുക്തിയില്ലാത്ത ആളുകളോട് സംസാരിക്കുമ്പോൾ. അതാണ് എടുത്ത പോയിന്റ്. ഈ അതിരുകൾ എങ്ങനെ നടപ്പാക്കും? ഈ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഭയങ്കര പാടാണത്രേ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവരപ്പ ദേഷ്യപ്പെടും. അതിന്റെ ബുദ്ധിമുട്ട് മുഴുവൻ അനുഭവിക്കുന്നത് പിന്നെ ഭാര്യയായിരിക്കും. അത് സ്വാഭാവികമാണ്. ഭാര്യയ്ക്കാവും കൂടുതൽ പ്രഷർ. ഒരു ദിവസം അവര് വരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും വന്നു. അപ്പൊ ഭാര്യ അമ്മയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തോട് സോറി പറഞ്ഞ കാര്യവും പറയുന്നുണ്ട്. അപ്പൊ ഭാര്യയും ശരിക്കും ഈ അവസ്ഥയിൽ ഒരു സ്ട്രെസ്സിലാണ്. ഇവിടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ പിന്നെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിന്റെയൊക്കെ ഒരു പ്രാധാന്യം വരുന്നത്. 11 വർഷത്തെ പരിചയത്തിനിടയിൽ ഇതിനു മുൻപും ചില, അദ്ദേഹം പറയുന്ന പോലെ, ചൂടൻ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അതെ. അപ്പൊ വീണ്ടും അങ്ങനെയൊന്നും ഉണ്ടാകുമോ എന്നൊരു പേടി അദ്ദേഹത്തിനുണ്ട്. ഭാര്യയ്ക്കും കാണും. തീർച്ചയായും. റെഡിറ്റിലെ കമന്റ്സ് നോക്കിയാൽ ഒരുപാട് പേര് ഏതാണ്ട് ഒരേ കാര്യമാണ് പറയുന്നത്. ഭാര്യയുടെ കൂടെ നിൽക്കണം, ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കരുത്. അതെ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു ടീമായിട്ട് ഇതിനെ നേരിടണം. അതാണ് പ്രധാനം. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും റെഡിറ്റ് യൂസേഴ്സ് പറയുന്ന പരിഹാരങ്ങള്? പ്രധാനമായിട്ടും 1, 2 പേരും ഒരുമിച്ച് ഒരു അതിർവരമ്പ് തീരുമാനിക്കുക. അതായത് ആഴ്ചയിൽ എത്ര ദിവസം വരാം, എത്ര നേരം നിൽക്കാം എന്നൊക്കെ. 2, അത് വളരെ സ്നേഹത്തോടെ എന്നാൽ ക്ലാരിറ്റിയോടെ അമ്മയെ അറിയിക്കുക. അതിൻ്റെ കാരണവും പറയുക. ഞങ്ങൾക്കിങ്ങനെ വർക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം എന്ന രീതിയിൽ.
പിന്നെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, അത് പ്രധാനമാണ്. പിന്നെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും ചിലർ പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? വാതിലുകൾ അടച്ചിടുക, മുൻകൂട്ടി വിളിക്കാതെ വന്നാൽ എടുക്കാതിരിക്കുക, താക്കോൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങുക എന്നൊക്കെ. പക്ഷേ അത് കുറച്ച് കടുപ്പമാവില്ലേ? ബന്ധം വഷളാവാൻ സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മുൻപ് അങ്ങനത്തെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാതെ നോക്കുന്നതാവും നല്ലത്. അപ്പൊ പിന്നെ എങ്ങനെയാ? ഒരു ഘടനാപരമായ സമീപനം. ഉദാഹരണത്തിന്, ആഴ്ചയിൽ 1-2 ദിവസം നിങ്ങൾ അങ്ങോട്ട് മുൻകൈയെടുത്ത് അമ്മയെ ക്ഷണിക്കുക, ഒരു ലഞ്ചിനോ ചായയ്ക്കോ. അതൊരു നല്ല ഐഡിയ ആണ്. അപ്പോൾ വരുന്ന ദിവസങ്ങൾക്കൊരു അടുക്കും ചിട്ടയും ഉണ്ടാവും. വിളിക്കാതെ വരുന്ന സമയത്ത് വളരെ സൗമ്യമായിട്ട്, അയ്യോ അമ്മ വന്നതറിഞ്ഞില്ല, ഞാനൊരു മീറ്റിംഗിലായിരുന്നു എന്നോ കുറച്ച് തിരക്കിലാണ് എന്നോ പറയാം. പതിയെ പതിയെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക. അതെ, സ്ഥിരത വേണം. ഇന്ന് ഒന്ന് പറഞ്ഞ് നാളെ പഴയപടിയായാൽ കാര്യമില്ല. ശരിയാണ്. അപ്പോ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളാണല്ലേ? അതെ. 1, ഭാര്യയുമായി ഒരുമിച്ച് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുക, ഭാര്യയുടെ സപ്പോർട്ട് ഉറപ്പാക്കുക. ഏറ്റവും പ്രധാനം അതാണ്. 2, ആ തീരുമാനം അമ്മയെ അറിയിക്കുക, സ്നേഹത്തോടെ വ്യക്തമായി കാരണം പറഞ്ഞ്. 3, ആ പുതിയ രീതിയിൽ ഉറച്ചു നിൽക്കുക, പതുക്കെയാണെങ്കിലും ആ മാറ്റം കൊണ്ടുവരിക. അതെ, ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഒറ്റ ദിവസം കൊണ്ട് ശരിയാവുന്ന കാര്യമല്ല. കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ തുടക്കത്തിൽ ചെറിയ എതിർപ്പുകൾ അതൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ കുടുംബത്തിന്റെ ഒരു സമാധാനത്തിനും ബന്ധങ്ങൾ നല്ല രീതിയിൽ പോകാനും ആ അതിർവരമ്പുകൾ വേണമെന്ന ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പോ സ്വന്തം വീട്ടിൽ ഒരു സ്വകാര്യത വേണമെന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചത് അടുത്ത ബന്ധുക്കളാകുമ്പോൾ അവരെ വേദനിപ്പിക്കുമോ എന്നൊരു പേടി സ്വാഭാവികമായും ഉണ്ടാവാം. ആ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നതാണല്ലേ ഇവിടുത്തെ പ്രധാന വെല്ലുവിളി? അതെ, ആ ബാലൻസ് കണ്ടെത്തലാണ് പ്രധാനം. നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ്? ഇതുപോലെ നിങ്ങൾക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഓപ്പൺ മൈക്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് എഴുതാം. ഞങ്ങളുടെ ഇമെയിൽ വിലാസം theopenmicpodcasts@gmail.com. നിങ്ങളുടെ പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. നമസ്കാരം.